ഇറാൻ വേഴ്സസ് അമേരിക്ക എന്ന പ്രശ്നം ഇതുവരെയും മിഡിൽ ഈസ്റ്റിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആദ്യമായി നാറ്റോ എയർ സ്പേസിനുള്ളിൽ ഇറാന്റെ ഒരു മിസൈൽ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. നാറ്റോ എയർ സ്പേസ് ആണോ? അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനെ നോക്കി ഇറാന്റെ മിസൈൽ പോയോ? അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ പ്രദേശവും കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഇറാന്റെ മിസൈലുകൾ പോയോ എന്ന് നോക്കിയാൽ തുർക്കിയുടെ എയർ സ്പേസിനുള്ളിൽ ഇറാന്റെ ഒരു മിസൈൽ കടന്നിട്ടുണ്ട്. ഇങ്ങനെ അകത്തേക്ക് വന്ന ആ മിസൈലിനെ തുർക്കിയുടെ ഡിഫൻസ് സിസ്റ്റം അല്ല, നാറ്റോയുടെ സെൻട്രൽ ഡിഫൻസ് സിസ്റ്റം വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളതായി തുർക്കിയുടെ പ്രതിരോധ മന്ത്രാലയം ഒഫീഷ്യലായി തന്നെ ഒരു അറിയിപ്പ് നൽകി. ഇപ്പോൾ സംഭവിക്കുന്ന ഇറാൻ സംബന്ധിക്കുന്ന പ്രശ്നത്തിൽ ഇതൊരു പുതിയ എസ്കലേഷനായി കാണുന്നു. കൂടാതെ വീണ്ടും ഇതുപോലുള്ള മിസൈൽ തുർക്കി എയർ സ്പേസിനുള്ളിൽ കടക്കുകയാണെങ്കിൽ അതിനാവശ്യമായ തിരിച്ചടി തീർച്ചയായും നൽകുമെന്ന് തുർക്കിയുടെ ഭാഗത്തു നിന്നും ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കൂടെ തന്നെ F-35 വിമാനം ആദ്യമായി അതിന്റെ എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ച് ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. F-35 ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമായി പതിഞ്ഞിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ലബനനെ കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് ആദ്യം അറിയാം. ലബനൻ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ചില ദിവസങ്ങൾക്ക് മുൻപ് ഇവർ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതിർത്തിയോട് ചേർന്നുള്ള 60 ഗ്രാമങ്ങളെ ഉടൻ തന്നെ അവിടം വിട്ട് പുറത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു മുന്നറിയിപ്പ് വന്ന അടുത്ത 8 മണിക്കൂറിനുള്ളിൽ 60,000 വ്യക്തികൾ ആ ഒരു പ്രദേശം വിട്ട് ലബനനിലുള്ള മറ്റ് പ്രദേശങ്ങളെ നോക്കി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ വലിയൊരു പരിഭ്രാന്തി അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മെസ്സേജസിലൂടെ വാണിംഗ് നൽകുക അല്ലെങ്കിൽ മുൻകൂട്ടി തന്നെ ഒരു അറിയിപ്പ് നൽകും. അതായത് ആക്രമണം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപൊരു ഇൻഫർമേഷൻ നൽകും. ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ആദ്യമായി റിപ്പീറ്റഡായി ആ പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് തുടർന്ന് ഫോണിലൂടെ ഓട്ടോമേറ്റഡ് കോൾസ് പോവുകയും ഉടൻ തന്നെ നിങ്ങൾ ആ പ്രദേശം കാലിയാക്കണമെന്നും ആവശ്യപ്പെട്ടു. കാരണം ഹിസ്ബുള്ള ഇന്നലെ കൂടുതൽ റോക്കറ്റ് ആക്രമണങ്ങൾ വടക്ക് ഇസ്രായേൽ പ്രദേശത്ത് ചെയ്തിട്ടുണ്ട്. ക്ലസ്റ്റർ ബോംബ്സും ഇതിൽ ഉപയോഗിച്ചതായി ചില വാർത്താ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. ഇസ്രായേൽ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹിസ്ബുള്ളയ്ക്ക് ഒരു വലിയ ആർസണൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇതിനെ കാരണമായി കാണിച്ചാണ് ഹിസ്ബുള്ളയിൽ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയത്. പക്ഷെ ഹിസ്ബുള്ളയുടെ പാറ്റേൺ നോക്കിയാൽ മുൻപൊക്കെ കൂടുതലും ഡ്രോൺസ് ഉപയോഗിക്കും. പക്ഷെ ഇത്തവണ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഷോൾഡർ മൗണ്ടഡ് റോക്കറ്റ്സ് ആണ്. അപ്പോൾ ഡ്രോൺസിന്റെ റിസർവ് അവിടെ പക്കൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. എന്നാൽ വടക്കൻ പ്രദേശങ്ങൾ നോക്കി ഒരു ദിവസം 100-150 റോക്കറ്റ്സ് ആണ് അവർ അയക്കുന്നത്. ഈ അയച്ചതായി പറയപ്പെടുന്ന ക്ലസ്റ്റർ ബോംബുകൾ ഇത് ഹൈഫ പ്രദേശത്തേക്ക് പോവുകയും ഇതിൽ പല വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അപ്പം ലബനനുള്ളിൽ വലിയൊരു മിലിറ്ററി ഓപ്പറേഷന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ്. IDF-നെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ അവസാനിപ്പിച്ചു, ഇത്തവണ ഹിസ്ബുള്ളയെ ഞങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കും. അവരുടെ പക്കൽ നിന്നുള്ള ആയുധങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് വരെയും ഞങ്ങളുടെ ഈ ഒരു ഓപ്പറേഷൻ അവസാനിക്കില്ല, അവർ ഒഫീഷ്യലായി തന്നെ പറഞ്ഞു. അപ്പോൾ വീണ്ടും വടക്കൻ പ്രദേശത്ത് ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് ഇസ്രായേലിനും നല്ല കാര്യമല്ല, ലബനനും നല്ല കാര്യമല്ല. കാരണം വടക്കൻ പ്രദേശത്ത് നിന്ന് വീണ്ടും ജനങ്ങളെ ഇസ്രായേൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ ലബനനിലുള്ള ജനങ്ങളെയും ആ ഒരു സർക്കാർ മറ്റൊരുപാട് ഇടങ്ങളിലേക്ക് മാറ്റേണ്ട ആവശ്യകത വരും. 8 മണിക്കൂറിൽ 60,000 വ്യക്തികൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പോകാത്ത ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ തന്നെ ഉണ്ടാകും. ഇസ്രായേലിലെ എയർ സ്ട്രൈക്ക് അവിടെ സംഭവിക്കുമ്പോൾ ഇതിൽ ഒരുപാട് പേർ ബാധിക്കപ്പെടാനും സാധ്യതയുണ്ട്. അടുത്ത ഇറാനിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത, സിറിയയോട് ചേർന്നുള്ള പ്രദേശം, ആ ഒരു അതിർത്തിയോരമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ അവരുടെ എയർ സ്ട്രൈക്സ് വളരെ തീവ്രപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇസ്രായേൽ എങ്ങനെയെങ്കിലും ഈ കുർദിഷ് ജനങ്ങളെ അകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇറാന്റെ സർക്കാരിനെതിരെ അവരെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടെയുള്ള ആയുധധാരികളായ വ്യക്തികളെ ഈ സർക്കാരിനെതിരെ തിരിക്കണം എന്നുള്ള ശ്രമത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവർ അകത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ അതിർത്തിയോരമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ് IRGC ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനകം തന്നെ അവർക്കുള്ളിൽ പ്രശ്നം നടക്കുന്നത് കൊണ്ട് അവിടെയുള്ള ജനങ്ങൾ അകത്തേക്ക് കടക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള പ്രശ്നങ്ങളോ ആയുധങ്ങളോ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്നതിനു വേണ്ടി അവിടെ ഒരുപാട് സൈനിക താവളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. മിസൈൽസും എയർ ഡിഫൻസ് സിസ്റ്റംസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഇസ്രായേൽ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇറാനുള്ളിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്താൻ പോകുന്ന ഒരു ആഭ്യന്തര വിപ്ലവം അല്ലെങ്കിൽ ഒരു ആഭ്യന്തര യുദ്ധം നമ്മൾ കാണാൻ പോവുകയാണ്. ഈ സമയത്താണ് ഈ F-35 സംബന്ധിക്കുന്ന കാര്യം നടന്നത്. ഇന്നലെ രാവിലെ ഒരു വാർത്ത പുറത്തു വന്നു. ആദ്യം ഇസ്രായേലിന്റെ ഒരു F-35 വെടിവെച്ച് വീഴ്ത്തിയെന്ന വാർത്ത വന്നു. അതിനെക്കുറിച്ച് തിരയുമ്പോൾ വെടിവെച്ച് വീഴ്ത്തിയത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റ് അല്ല, ഇറാന്റെ യോർക്ക് ട്രെയിനിങ് ജെറ്റ്സ് ആണ്. ഇത് റഷ്യ നിർമ്മിച്ച ഒരു ട്വിൻ സീറ്റർ ട്രെയിനർ ജെറ്റാണ്. ഇത് നമ്മുടെ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തിലുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു വിമാനം വാങ്ങുന്നതിന് മുൻപ് പൈലറ്റ്സിന് ട്രെയിനിങ് കൊടുക്കാനായി ഈ ഒരു വിമാനം വാങ്ങും. കാരണം പൂർണ്ണമായും ആദ്യമേ ചെന്ന ഒരു ഫൈറ്റർ ജെറ്റിൽ അങ്ങനെ ഇരുന്ന് അതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അതിന് മുൻപ് പല മിഷൻ റോൾസിൽ ഏർപ്പെടണം.
ഒരു പ്രത്യേക ട്രെയിനിങ് അവേഴ്സ് അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ, അതിൽ ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഫൈറ്റർ പൈലറ്റ് ആകാനുള്ള ഒരു അപ്രൂവൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇറാൻ ആദ്യമായി 2023 ഈ ഒരു ട്രെയിനർ ജെറ്റ് വാങ്ങുകയാണ്. ആദ്യം 2 ജെറ്റ് ഡെലിവർ ചെയ്യുന്നു. അതിനുശേഷമുള്ള കൗണ്ട് അറിയില്ല. ഏകദേശം ഒരു 8 ട്രെയിനർ ജെറ്റോളം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. മുൻപ് ഇറാൻ Su-35 യുദ്ധവിമാനങ്ങൾ വാങ്ങാനായി റഷ്യയുമായി ഒരു കരാറുണ്ടാക്കി. ആ Su-35 വിമാനങ്ങൾ ഓടിക്കുന്ന പൈലറ്റ്സിന് ട്രെയിനിങ് നൽകാൻ വേണ്ടിയാണ് ആദ്യമായി ഈ ട്രെയിനിങ് ജെറ്റ്സ് ഒക്കെ അകത്തേക്ക് വന്നത്. അത്തരം വിമാനങ്ങളെ ഇന്നലെ, അതായത് ഈ 8 വിമാനങ്ങളിൽ ഇന്നലെ ഒരു വിമാനം ഇറാന്റെ വ്യോമസേന നഷ്ടപ്പെടുത്തി. ഇത് ഒഫീഷ്യലാണ്. അതായത് ആ ഫുട്ടേജ് എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒരുപാട് പേര് ഇത് F-15, F-35 എന്നൊക്കെ മിസ്ഇൻഫോർമേഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നശിച്ചത് ട്രെയിനർ ജെറ്റാണ്. ഇത് F-35ന്റെ ആദ്യത്തെ എയർ ടു എയർ മാൻഡ് ഫൈറ്റർ ജെറ്റ് സ്കില്ലായി മാറിയിട്ടുണ്ട്. അതായത് എതിർദിശയിൽ ഒരു ഫൈറ്റർ പൈലറ്റ് ഉള്ള ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയ ആദ്യത്തെ കില്ലായി മാറിയിട്ടുണ്ട് F-35ന്റെ ആദ്യത്തെ കിൽ. ഇതൊരു കാര്യം വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇറാന്റെ വ്യോമസേനയിൽ വിമാനങ്ങളുടെ ഒരു ക്ഷാമം ഉണ്ട്. പോരാത്തതിന് അവർ ഈ ട്രെയിനിങ് ജെറ്റ്സ് ഒക്കെ അകത്തേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നുവെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിനകമുള്ള വിമാനങ്ങളിൽ ഒരുപാട് വിമാനം അവർ നഷ്ടപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഈ ട്രെയിനിങ് ജെറ്റ്സിനെ അറ്റാക്കിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും, ഒഫൻസീവ് പർപ്പസിന് വേണ്ടി. ഇത് സബ്സോണിക് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും ഇതിനൊരു ഫൈറ്റർ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാൻ കഴിയില്ല. ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കാനും ലൈറ്റ് മിഷൻസിന് നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും. അതായത് എൻ്റെ പക്കൽ ഒന്നും തന്നെ ഇല്ല, അവസാനം ഇത് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ഇത് ഇറാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അവരുടെ പക്കലുള്ള ലാസ്റ്റ് ലെയർ ഓഫ് റിസോഴ്സും അവരിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഒരു വശത്ത് പോകുമ്പോൾ തുർക്കിയിൽ നിന്നും ഒരു വാർത്ത, തുർക്കിയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒഫീഷ്യലായി പുറത്തുവിട്ട ഒരു വാർത്ത, അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവരുടെ ലോക്കൽ ലാംഗ്വേജിലാണ് അത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. അതിൽ പറഞ്ഞിട്ടുള്ളത്, ഇന്നലെ ഉച്ചയ്ക്ക് ഇറാനിൽ നിന്നും ലോഞ്ച് ചെയ്ത ഒരു മിസൈൽ, ഒരു ബാലിസ്റ്റിക് പ്രൊജക്ടൈൽ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ബാലിസ്റ്റിക് പ്രൊജക്ടൈൽ ഇറാഖ് സിറിയയുടെ എയർ സ്പേസ് കടന്നതിന് ശേഷം തുർക്കിയുടെ എയർ സ്പേസിനുള്ളിലേക്ക്, അതായത് മെഡിറ്ററേനിയൻ കടൽ പ്രദേശത്തിനുള്ളിലേക്ക് കടന്ന് തുർക്കിയുടെ എയർ സ്പേസിനുള്ളിലേക്ക് വന്നു. ഇങ്ങനെ വന്ന മിസൈലിനെ നാറ്റോയുടെ സെൻട്രൽ ഡിഫൻസ് സിസ്റ്റം വെടിവെച്ച് വീഴ്ത്തി. ഈ മിസൈൽ വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം അതിന്റെ ഡെബ്രിസ് പലയിടങ്ങളിൽ വീണിട്ടുണ്ട്. ആ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഈ മിസൈലിന്റെ ഡെബ്രിസ് വീണിട്ടുണ്ട്. ഇതിലൂടെ ആർക്കും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നാൽ തുർക്കിയുടെ എയർ സ്പേസിനുള്ളിൽ ആദ്യമായി ഇറാൻ അമേരിക്ക യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒരു മിസൈൽ കടന്നിട്ടുണ്ട്. ഈ മിസൈൽ തുർക്കിയുടെ എയർ സ്പേസിനുള്ളിൽ കടന്നത് തുർക്കിയുടെ പരമാധികാരത്തിനെതിരെയുള്ള പ്രവർത്തനമാണ്. വീണ്ടും ഇതുപോലെ ഒരു മിസൈൽ തുർക്കി എയർ സ്പേസിനുള്ളിൽ കടന്നാൽ തീർച്ചയായും അതിന്റെ റിട്ടാലിയേഷൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഒഫീഷ്യലായി തന്നെ തുർക്കി പറഞ്ഞു. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു സംശയം വരണം. അതായത് ഒരു പക്ഷേ മിസൈൽ ലോഞ്ച് ചെയ്യുമ്പോൾ അറിയാതെ ഇത് ബോർഡർ കഴിഞ്ഞ് പോയിട്ടുണ്ടാകുമല്ലോ. കാരണം റഷ്യയുടെ ഡ്രോൺസ് ഒക്കെ പലപ്പോഴും റിപ്പീറ്റഡായി റൊമേനിയ എയർ സ്പേസ് വയലേറ്റ് ചെയ്യുക, പോളണ്ട് അതിർത്തിയിലുള്ളിലേക്ക് കയറുക, ഇങ്ങനെ റിപ്പീറ്റഡായി ക്ലെയിം വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു എന്ന് നോക്കിയാൽ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം തുർക്കി പറഞ്ഞത് മെഡിറ്ററേനിയൻ കടൽ പ്രദേശത്ത് നിന്നും ഈ ഒരു മിസൈൽ തുർക്കി എയർ സ്പേസിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിങ്ങോട്ട് വന്നുവെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്തയക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ചില ദിവസങ്ങൾക്ക് മുൻപ് ഇറാനിലെ ചില IRGC മെമ്പേഴ്സ് പറഞ്ഞത്, ഏതൊക്കെ രാജ്യങ്ങളാണോ ഞങ്ങളെ ആക്രമിക്കാൻ ആയുധ സഹായം നൽകുന്നത് ആ എല്ലാ രാജ്യങ്ങളെയും ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. നാറ്റോ പാർട്ട്ണർഷിപ്പിലൂടെ തീർച്ചയായും തുർക്കിയെ സഹായിക്കും. കാരണം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സപ്പോർട്ടും അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനെ കാരണമായി കാണിച്ച് ഇവിടെ ഒരു പക്ഷേ ഒരു മിസൈൽ മുന്നറിയിപ്പ് എന്ന രീതിയിൽ അകത്തേക്ക് അയക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു വാർത്തയും വന്നിട്ടില്ല. തുർക്കിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ ഒരു വാർത്ത മാത്രമാണ് നമ്മുടെ പക്കലുള്ളത്. ഇത് ജസ്റ്റ് ഒരു മിസൈൽ ലോഞ്ച് ചെയ്തത് മാത്രമല്ല, സൈപ്രസിൽ ഒരു ആക്രമണം നടത്തുക അല്ലെങ്കിൽ ഫ്രാൻസിന് സ്വന്തമായ ഒരു നേവൽ ബേസിൽ ഒരു ആക്രമണം നടത്തുന്നതോ ഒരു വലിയൊരു കാര്യമായി മാറില്ല. പക്ഷെ നാറ്റോ എയർ സ്പേസിനുള്ളിൽ ഒരു ഡ്രോൺ കടക്കുന്നു അല്ലെങ്കിൽ ഒരു മിസൈൽ കടക്കുന്നു, അതും നാറ്റോയിൽ അത് ഇമ്പാക്ട് വരുത്തിയെന്നുണ്ടെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ തീർച്ചയായും ഇറാന് വളരെ വലുതായിരിക്കും. ഉടനെ ആർട്ടിക്കിൾ 5 ആക്ടിവേറ്റ് ആകുമെന്നൊന്നും പറയുന്നില്ല. ഇതിനെ കാരണമായി കാണിച്ച് വീണ്ടും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യാൻ അമേരിക്ക ശ്രമിക്കും. അപ്പോൾ ഒരുപക്ഷെ ഇറാൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ വലിയൊരു എസ്കലേഷനായി ഇതിനെ കാണാൻ കഴിയും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. നാറ്റോ എയർ സ്പേസിനുള്ളിൽ ആദ്യമായി ഇറാന്റെ മിസൈൽ കടന്നിട്ടുണ്ട്, അതിനെ അവർ വെടിവെച്ച് വീഴ്ത്തിയെന്നും പറഞ്ഞു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.